അത് വലിയ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് ഇടതുപക്ഷമുള്ളത്. സഖാവ് ശൈലജ ടീച്ചർ സ്ഥാനാർത്ഥിയായി ഇവിടെ പേരാവൂരിൽ പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷം വലിയ ജനകീയ അംഗീകാരമാണ് ഈ പേരാവൂർ മണ്ഡലത്തിലെ ജനങ്ങളിൽ നിന്നുണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ 15 വർഷക്കാലമായി UDFൻ്റെ MLA എന്നുള്ള നിലയിൽ ഇവിടെ നടത്തിയ വികസന വിരുദ്ധമായ നിലപാടുകളെ തുറന്നു കാണിക്കാൻ ജനങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൊരവസരമായിട്ടാണ് ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ കണ്ടിട്ടുള്ളത്. നല്ല മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ഉണ്ടാവും എന്ന് തന്നെയാണ് പറയാനുള്ളത്. വലിയ ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷം പേരാവൂർ മണ്ഡലത്തിനകത്ത് ജയിക്കും. അത് ജനങ്ങൾ നമുക്ക് ഈ 183 ബൂത്തിനകത്തും ഇടതുപക്ഷത്തിന് അനുകൂലമായി തന്നെയാണ് ജനങ്ങൾ വോട്ട് ചെയ്തിട്ടുള്ളത്. അതുതന്നെയാണ് വിജയപ്രതീക്ഷ എന്ന് പറയുന്നത്. അതുതന്നെയാണ് നമ്മുടെ കണക്കും. വിജയപ്രതീക്ഷ എന്ന് മാത്രമല്ല, എന്തായാലും വിജയിക്കും. അത് സ്വാഭാവികമായും UDF എല്ലാ കാലത്തും പറയുന്നതാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനകത്ത് UDF അധികാരത്തിൽ വരും എന്നാണ് അവർ പറഞ്ഞിരുന്നത്. പക്ഷേ ഇടതുപക്ഷമാണ് അധികാരത്തിൽ വന്നത്. തുടർച്ചയായി ഇവിടെ വീണ്ടും തുടർച്ചയായി ഇടതുപക്ഷം തന്നെ അധികാരത്തിലേക്ക് വരും. പേരാവൂർ മണ്ഡലത്തിനകത്ത് UDF എത്ര ഭൂരിപക്ഷം പറഞ്ഞാലും അതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിനകത്ത് ഇവിടെ ഇടതുപക്ഷം ഇത്തവണ ജയിക്കും. അത് ജനങ്ങൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യം മനസ്സിൽ കരുതി വെച്ചിട്ടുള്ളത് ഇടതുപക്ഷത്തിനെ വിജയിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. അതുതന്നെയാണ് തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള നമ്മുടെ കണക്കിൻ്റെ ഭാഗമായും നമുക്ക് വ്യക്തമാക്കാനുള്ളത്.